ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 7 ഇൻറ്റിജേഴ്സിൻ്റെ അടുത്ത സെക്ഷനാണ്. എക്സസൈസ് 1.1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 5 എടുക്കുക. അതിൽ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് സം ഈസ് -7. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക. രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ബിക്കംസ് -7 ആയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസും ഒക്കെ ചെയ്ത് പഠിച്ചതുകൊണ്ട് നമുക്കത് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുള്ളത് എടുക്കാം. ടീച്ചർ എടുക്കുന്നത് -17 ആൻഡ് 10 ആണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. -17 + 10 addition different sign, then subtract both numbers and put the bigger number sign in the final answer. Then നമുക്ക് വരുന്നത് -7. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക, അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -7 ആയിരിക്കണം ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. ശരി തന്നെയാണ്. -7 ആൻഡ് 10. ഓക്കെ, അടുത്തത് ബി. ഡിഫറൻസ് ഈസ് -10. ഡിഫറൻസ് ഒക്കെ വരുമ്പോഴാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഡീഷനൊക്കെ ഈസിയാണ്. ഡിഫറൻസ് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം രണ്ട് ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇൻറ്റിജേഴ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, ഫൈനൽ ആൻസർ ബിക്കം -10 ആയിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, ആൻസർ നോട്ട് എഴുതാം. 10 ആൻഡ് 20. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 10 - 20 മൈനസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ ചേഞ്ച് ചെയ്യണം എന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 10 മൈനസ് ബിക്കം പ്ലസ് ആവും. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 20 ഈസ് -20. അപ്പോൾ അഡീഷണൽ റൂളിലേക്ക് എത്തി. നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് -10. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, അടുത്തത് സി പറയുന്നത് സം ഈസ് 0. ഇത് ഭയങ്കര ഈസിയാണ് അല്ലേ. സം ഈസ് 0. ഓക്കെ, നമുക്കൊരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇഷ്ടമുള്ളത് എടുക്കാം. ടീച്ചർ ഇവിടെ എടുക്കുന്നത് -30 ആൻഡ് +30. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. -30 + +30 അഡീഷൻ ഡിഫറൻറ്റ് സൈൻ ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. എല്ലാവർക്കും ഈ സെക്ഷൻ ഫസ്റ്റ് വൺ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾക്ക് സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് സെറ്റിൽ വരുന്നത് ഫസ്റ്റ് സബ് വരുന്നത് റൈറ്റ് എ പെയർ ഓഫ്. ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കാം കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് എ പെയർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് whose difference gives gives 8. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ്റെ മീനിങ് ഏതാന്ന് നോക്കാം. റൈറ്റ് എ പെയർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജർ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഹൂസ് ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യണം. ആ നമ്പറുകൾ രണ്ടും നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഫൈനൽ ആൻസർ ബിക്കം 8 കിട്ടണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, -10 ആൻഡ് -18. നമ്മൾക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ കീപ്പ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. -10 മൈനസ് -18. -10 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ബിക്കം പ്ലസ്, ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -18 ഈസ് +18. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടാം, +8. ഓക്കെ ആണല്ലോ. നമുക്ക് പറഞ്ഞ കണ്ടീഷൻ, അതായത് ഡിഫറൻസ് ഗീവ്സ് 8 എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഫൈനൽ ആൻസർ 8 കിട്ടിയിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് സബ് ചെയ്യാം. ബി. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ. റൈറ്റ് എ negative integer and a positive integer
ഹൂസ് സം ഈസ് -5. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. നമ്മളോട് പറയുന്നത് റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടണം? -5 കിട്ടണം. അപ്പോൾ ഓർഡർ കീപ്പ് ചെയ്യണം കേട്ടോ. ആദ്യം എഴുതേണ്ടത് ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആണ്, ദെൻ പ്ലസ് സൈൻ, അതിന് ശേഷം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഓക്കെ ആണല്ലോ? എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ആ ഓർഡർ കീപ്പ് ചെയ്താലാണ് നമ്മുടെ ഫൈനൽ ആൻസർ -5 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ആൻസർ എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് -25 ആൻഡ് 20. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. -25 പ്ലസ് 20 എത്ര ആൻസർ കിട്ടാം? -5. സോറി. അടുത്തത് നമുക്ക് സി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ. Write a negative integer and a positive integer whose difference is -3. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3. അതായത് ആദ്യം ഒരു നെഗറ്റീവ് ഇൻറ്റിജർ എടുക്കണം, മൈനസ് ദെൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കണം. അവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എത്ര കിട്ടണം? -3 ആയിരിക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, ഇതിലും ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമുക്ക് -1 ആൻഡ് 2 എടുക്കാം. വർക്കൗട്ട് ചെയ്ത് നോക്കാം. -1 - 2. അപ്പോൾ നമുക്ക് വരുന്നത് സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ? -1 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ ബിക്കം പ്ലസ് ആവും. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് -2. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാം? -3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.